ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇതുണ്ടല്ലോ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ദോശമാവ്. ദോശമാവെന്ന് വെച്ചാൽ അരി ഉഴുന്നും ഇത് നമ്മൾ റെഡിയാക്കിയത്. ദോശമാവിൻ്റെ പാത്രം ഞാൻ വെള്ളം ഒഴിച്ച് ആ അരച്ച മിക്സിയുടെ ബൗളുണ്ടല്ലോ, അതെല്ലാം കൂടെ വെള്ളം ഒഴിച്ചിങ്ങനെ മിക്സി ഒന്ന് അടിച്ച് ഒന്ന് കഴുകിയെടുത്തതും പിന്നെ ഈ ദോശമാവിൻ്റെ പാത്രം കഴുകിയെടുത്തതായിട്ടുള്ള ഇതാണിത്. ഇതെന്തിനാണെന്നറിയോ? ഇത് നല്ല ഒന്നാമതൊരു വള. അത് മാത്രം പോരാ, ഇതിനകത്ത് നമ്മൾ ചേർക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതായത് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ ഇതിങ്ങനെ എടുത്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ശർക്കരയാണ് കേട്ടോ. ഇത് ശർക്കര കുറച്ച് എന്താ പറയുക, 100 ഗ്രാം ശർക്കര ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇരട്ടി വെള്ളം ചേർക്കണം കേട്ടോ. ഇതെന്തിനുള്ളതാണെന്ന് വെച്ചാൽ ചെടികൾക്ക് നല്ല വേരുപിടുത്തം ഉണ്ടാവും. വേരുപിടുത്തമല്ല, പുതിയ വേരുകൾ ധാരാളം റെഡിയായി കിട്ടും. പിന്നെ മണ്ണിന് ഒരു ഉണർവ് കിട്ടും. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇത് നല്ല പതഞ്ഞിരിക്കണം കേട്ടോ. നല്ല പത പിടിച്ചിരിക്കുന്ന നല്ല അണുക്കൾ തിങ്ങി റെഡിയായിട്ടിരിക്കണം. അതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര കൊടുക്കുന്നത്. ശർക്കരയും നമുക്ക് മണ്ണിന് ഗുണമുണ്ട്. ശർക്കര വെറുതെ നമ്മളൊരു 50 ഗ്രാം ശർക്കര എടുത്തു കഴിഞ്ഞാൽ, 25 ഗ്രാം ശർക്കര എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് നോക്കി, ആഴ്ചയിലൊന്ന് സൂപ്പർ റിസൾട്ടായിരിക്കും. ചെടികൾക്ക് ധാരാളം വേരുകൾ പൊട്ടി മുളയ്ക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്കിത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ വേണം കേട്ടോ. എന്തായാലും നല്ലൊരു ഫെർട്ടിലൈസറാണ്. എന്തായാലും ഇത് ചെയ്ത് നോക്കുക. ഇത് തന്നെ ഇതിനകത്ത് കിടന്ന് അരിക്കണം. അരിക്കുമ്പോഴാണ് അതിൻ്റെ കോമ്പിനേഷൻ ശരിയാവുള്ളൂ. നമ്മൾ അലിപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അലിപ്പിച്ചിടരുത്. ഇതിനകത്ത് കിടന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം ഇതിനകത്ത്. എന്തെങ്കിൽ അതിൻ്റെ ഇതിപ്പോൾ ഇത് ചെറിയൊരു കൊഴുത്ത ദ്രാവകമല്ലേ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഇതൊരു 2 ഗ്ലാസ് വെള്ളം കൂടെ, ഒരു 1/2 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കണം ഇതിനകത്ത്. അപ്പോൾ അത് ശരിയായിക്കോളും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകുന്നേരം നനയ്ക്കണ വെള്ളത്തിൻ്റെ കൂടെ ഇതൊരു 10 ലിറ്ററിൻ്റെ ബക്കറ്റാണ് നമ്മൾ എടുക്കണതെങ്കിൽ അതിനകത്ത് ഒരു 1/2 കപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല ഇതായിട്ട് കിട്ടും. ഒരാഴ്ച വേണ്ട നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട്. ചീരയൊക്കെ പെട്ടെന്ന് വളർന്ന് നമുക്ക് കാണാൻ പറ്റും. വേണമെങ്കിൽ കുറച്ച് ഗോമൂത്രം കൂടെ ചേർക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ അളവ്, നമ്മുടെ കയ്യിൽ എത്ര ഗോമൂത്രം ഉണ്ടോ അത്രയും ഗോമൂത്രം നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. അത് ഈ നൈട്രജൻ്റെ കൾച്ചറിൻ്റെ കൂടെ നമ്മൾ ഇത് ചേർത്ത് ഒഴിച്ചാലും നല്ലതാണ്. അപ്പോൾ അത് നല്ല ഇരട്ടി റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു വളമാണ് കേട്ടോ ഇത്. ഒട്ടും നമുക്ക് ചിലവ് വരുന്നില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ദോശമാവിൻ്റെ പാത്രം കഴുകിയെടുക്കുന്നതായാലും മതി. 1 സ്പൂൺ മാവ് അതിനകത്ത് വെക്കുകയും കൂടെ ചെയ്താൽ നല്ലതാണ് കേട്ടോ. പിന്നെ അരയ്ക്കണ ബൗള് കഴുകിയെടുക്കുന്നുണ്ടല്ലോ, മിക്സിയുടെ ബൗളിലല്ല നമ്മൾ അരയ്ക്കണത്. അപ്പോൾ അരച്ച് അതൊക്കെ കഴുകിയെടുക്കുന്നത് കൂടെ ആകുമ്പോഴത്തേക്കും കുറച്ചധികം കിട്ടും നമുക്ക്. അപ്പോൾ ഒട്ടും ചിലവില്ലാത്ത വളരെ ചിലവ് കുറഞ്ഞൊരു വളക്കൂട്ടാണിത്. വേര് ധാരാളം ഉണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് അതനുസരിച്ചുള്ള ന്യൂട്രിയൻറ്റ് വലിച്ചെടുക്കാനുള്ള ശക്തി കിട്ടുമല്ലോ, അതാണ് വേണ്ടത്. അപ്പം ധാരാളം വേരുകൾ ഉണ്ടായെങ്കിലേ നമ്മുടെ ചെടികൾക്ക് വളർച്ച കിട്ടുകയുള്ളൂ. എത്ര വേരുണ്ടോ അത്രയും വേരുകൾ അവരുടെ ജോലി ചെയ്യുമല്ലേ, ന്യൂട്രിയൻറ്റ് വലിച്ചെടുക്കുമല്ലേ. അപ്പം അത്രയും വളർച്ച ചെടിക്ക് കിട്ടും, അതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ടിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ. ഓക്കെ, താങ്ക് യു.